എന്നെ പാലക്കാട്ടേക്കാണോ കൊണ്ടുപോകുന്നത്? മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഇപ്പോഴും ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുക്കുന്നവനെ കാണുമ്പോൾ അബിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനിയും ചോദിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായവൾ തന്നെ തുടർന്നു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇപ്പോഴും ചെക്കൻ വാശിയിൽ തന്നെ. കണ്ടിട്ട് പാലക്കാട്ടേക്ക് പോവുകയാണെന്ന് മനസ്സിലായി. ഞാൻ എന്തിനാ ഇനി അവിടേക്ക് വരുന്നത്? ചോദ്യത്തോടെ ഇപ്പോഴും ഗൗരവത്തിൽ ഇരിക്കുന്നവനെ അവൾ നോക്കി. നാളെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. ഇന്ന് നിന്നെയും കൊണ്ട് അവിടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോകും. നാളെ നിനക്ക് പോകാം. നിന്നെ അന്വേഷിച്ച് ആരും വരില്ല. ആരും. അതാ ഞാൻ ചോദിക്കുന്നത്, എന്തിനാ എന്നെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്നത്? ഇനി എന്താ അവിടെ? ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ചന്തുവേട്ടനെ വിളിക്കാമായിരുന്നു. അവസാനം പറയുമ്പോൾ ഒന്നവൾ നിശ്വസിച്ചെങ്കിലും കലിയോടെ അടുത്തുള്ളവൻ തന്നെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. കൊന്തോട്ടനെ കാണാഞ്ഞിട്ട് ഇവൾക്ക് ഉറക്കം വരുന്നില്ലായിരിക്കും. അവൻ എന്തിനാ ഇവളെ പാലക്കാട്ടേക്ക് കെട്ടിയെടുക്കാൻ പറഞ്ഞത്? ഇനി അവനുമായി വല്ല കല്യാണാലോചനയും? ഓരോന്ന് ചിന്തിക്കുമ്പോഴുള്ള സമാധാനവും കർഷനിൽ നിന്ന് പടികടന്നുപോയി. അബിയുടെ കാര്യം ഇപ്പോൾ ആരോടും പറയണ്ടെന്ന് വരുന്ന വഴിയെ ചന്തു സാവിത്രിയോടും മറ്റുള്ളവരോടും പറഞ്ഞതുകൊണ്ട് തന്നെ സന്ധ്യ കഴിഞ്ഞിട്ടും അവരാരും അബിയുടെ കാര്യം ആരോടും പറഞ്ഞില്ല. ഓരോ നിമിഷവും സാവിത്രി തള്ളി നീക്കുകയാണ് തൻ്റെ മകൾ തൻ്റെ അരികിലേക്ക് എത്തുവാനായി. അതിനെന്നോണം സാവിത്രിയുടെ കണ്ണുകൾ പടുപ്പുരയിലേക്ക് തന്നെ ചെന്നെത്തി. കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് തന്നെ എല്ലാവരോടും പെട്ടെന്ന് സാവിത്രി ഇണങ്ങിച്ചേർന്നു. എന്നാൽ തൻ്റെ പ്രിയതമനോട് മാത്രം അവൾക്ക് സംസാരിക്കാൻ വല്ലായ്മ തോന്നി. കണ്ടപ്പോൾ പൊതിഞ്ഞു പിടിച്ചെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് നാണമാകുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തങ്ങളുടെ പ്രണയം മുട്ടിട്ടതുപോലെ. അന്നും അങ്ങനെ തന്നെയായിരുന്നു. പ്രണയം പറഞ്ഞ നാൾ തൊട്ട് അവനെ കാണാതെ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കിയിരുന്നവൾ. ഒന്ന് നേരെ സംസാരിക്കാത്തവൾ. ചെറിയ നോട്ടങ്ങളിലൂടെ പ്രണയം കൈമാറിയവൾ. കേശവനെ കല്യാണം കഴിച്ച് ഭാമ വന്നതോടുകൂടി രാജേന്ദ്രനും ജാനകിക്കുമിടയിൽ ഒരു പാലമായി ഭാമയും ഉണ്ടായിരുന്നു. അവരുടെ പ്രണയം അതിരുകടന്ന നിമിഷങ്ങളിൽ ഭാമ തന്നെ ജാനകിയെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ രാജേന്ദ്രനിലുള്ള വിശ്വാസം ജാനകിയെ വീണ്ടും അവനിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ജാനകി ഗർഭിണിയാണെന്ന് തറവാട്ടിലെ അടുക്കളക്കാരിക്ക് മനസ്സിലാകുന്നത്. അത് ജാനകിയുടെ അച്ഛനോട് പറയുകയും അച്ഛൻ ജാനകിയെ വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോയതും ഇതിന്റെ ഉത്തരവാദി തറവാട്ടിലെ ആൺതരിയാണെന്നറിഞ്ഞതും അച്ഛൻ രാജേന്ദ്രന്റെ അച്ഛനെ അറിയിച്ചതും. പിന്നീടുള്ള ബഹളങ്ങളൊക്കെ സാക്ഷിയായി എല്ലാവരും ഉണ്ടായിരുന്നതും എല്ലാം വലിയൊരു ചിത്രത്തോടുകൂടി ജാനകിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. പക്ഷേ ഭാമയ്ക്കും തനിക്കും അച്ഛനും രാജേന്ദ്രന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ താൻ ഗർഭിണിയാണെന്ന് അറിയുന്നുണ്ടായിരുന്നുള്ളൂവെന്നും രാജേന്ദ്രൻ ഒരിക്കലും അറിയരുത് എന്ന് എല്ലാവരും തന്നെ ഭീഷണിപ്പെടുത്തിയത് ജാനകി നിറമിഴികളോടെ ഓർക്കുന്നു. ഓരോന്നോർക്കുമ്പോൾ മനസ്സ് ചുട്ടുകൊള്ളുന്നതിനോടൊപ്പം പുതിയൊരു ജീവിതത്തിനായി അവൾ കൊതിക്കുന്നുമുണ്ട്. അതിനായി തൻ്റെ മകളെ കാത്തു നിൽപ്പാണ്. വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് അവളുടെ അച്ഛനെ തിരികെ നൽകണം. ഇതാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അമ്മ ചീത്തയാണെന്ന് മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേട്ട മക്കൾക്ക് തിരുത്തി കൊടുക്കണം. എന്താടോ, ഇപ്പോഴും നിന്റെ നാണം വിട്ടാകുന്നില്ലേ? മുകളിലത്തെ റൂമിലെ ജനലിലൂടെ പടിപ്പുരയിലേക്ക് നോട്ടമെയ്ത് കണ്ണീർ വാർക്കുന്നവളുടെ അടുത്തേക്ക് രാജേന്ദ്രൻ വന്നു. സമയം നീങ്ങിക്കൊണ്ടേയിരുന്നു. വന്നപ്പോൾ തൻ്റെ അരികിലുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഈ നിമിഷം വരെ തൻ്റെ അടുത്തേക്ക് ജാനകി വന്നിട്ടില്ലെന്ന് രാജേന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അന്നും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ ജാനകി. ഇതേ സമയം പുറകിൽ നിന്ന് രാജേന്ദ്രന്റെ ശബ്ദം കേട്ടതും പടിപ്പുരയിൽ നിന്ന് നോട്ടം മാറ്റി ജാനകി രാജേന്ദ്രനെ നോക്കി. അയ്യേ, കരയുകയാണോ നീ? ജാനകി തിരിഞ്ഞപ്പോഴാണ് കണ്ണുനീരോടെ നിൽക്കുന്നവളെ രാജേന്ദ്രൻ കാണുന്നത്. പറയുന്നതിനോടൊപ്പം അവളുടെ കവിളിൽ പതിഞ്ഞിരിക്കുന്ന കണ്ണുനീർ തുള്ളികൾ അദ്ദേഹം തുടച്ചു മാറ്റാനും മറന്നില്ല. എന്തേ ഇപ്പോൾ കണ്ണു നിറയാൻ? സന്തോഷിക്കേണ്ട നിമിഷമല്ലേ? കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളുടെ ഇരു ചുമലിലും കൈവച്ച് അദ്ദേഹം പുഞ്ചിരിയോടെ ജാനകിയെ നോക്കി. അപ്പോഴും കണ്ണുകൾ നിറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു ജാനകിയുടെ. എനിക്ക് ചോദിക്കാനും അറിയാനും ഒരുപാടുണ്ട്. ഇങ്ങനെ കണ്ണുനീരോടെ നിന്നാൽ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ദേ, രാത്രിയാകാൻ പോകുന്നു. നാളത്തെ പ്രത്യേകത അറിയാമോ? പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ചോദ്യത്തോടെ ജാനകിയെ നോക്കി. അപ്പോഴും അദ്ദേഹത്തിലൊരു കള്ളച്ചിരി മിന്നിമാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്നാൽ സംശയത്തോടെ രാജേന്ദ്രന്റെ നേർക്ക് നോട്ടം പായിച്ചിരുന്നു ജാനകി. നാളെ തൃക്കാർത്തികയാണ്. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു. തൃക്കാർത്തികയാണെന്ന് പറഞ്ഞതും അവളുടെ കണ്ണുനീരിനുപരി അവളിൽ മറ്റു ഭാവങ്ങൾ കണ്ണിൽ തെളിയാൻ തുടങ്ങി. തൃക്കാർത്തിക, നാഗത്താന്മാരുടെ മുന്നിൽ വെച്ച് തന്നെ താലികെട്ടിയ ദിവസം, തന്നെ സ്വന്തമാക്കിയ ദിവസം. ജാനകിയുടെ മനസ്സിലേക്ക് ആ മുഹൂർത്തം കടന്നു വന്നു. ക്ഷേത്രത്തിലെ തിരുവാതിരയും കഴിഞ്ഞു ഭാമയോടൊപ്പം വരുമ്പോൾ പാടത്ത് വെച്ച് തന്നെയും കൂട്ടി നാഗത്തന്മാരുടെ അടുത്തേക്ക് പോയതും അവിടെ വെച്ച് ചെറിയൊരു ആലിലത്താലി തൻ്റെ കഴുത്തിലേക്ക് കെട്ടിയതും പിന്നീട് അദ്ദേഹത്തിൽ അലിഞ്ഞു ചേർന്നതുമൊക്കെയും അവൾ ചെറുനാണത്തോടെ ഓർത്തു. അപ്പോൾ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അവളുടെ നാണം കുടുങ്ങിയ മുഖം മതിയായിരുന്നു ജാനകി ഒന്നും മറന്നിട്ടില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ. താഴെ നിന്നും എല്ലാവരും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്.
നാണം കുടുങ്ങിയ മുഖത്തോടെ നിൽക്കുന്നവളുടെ നേർക്ക് പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞതും അവൾ തലയുയർത്തി നോക്കി. ഇപ്പോൾ ജാനകിയുടെ കണ്ണുകളിൽ കാണുന്നത് നാണമാണോ, പരിഭവമാണോ, അതിശയമാണോ, സംശയമാണോ ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവളുടെ കണ്ണുകൾ പിടഞ്ഞു പോകുന്നു. നാളെ ഞാൻ ഒന്നുകൂടി നിന്റെ കഴുത്തിൽ താലി കെട്ടും, അതും നാഗത്തന്മാരുടെ മുന്നിൽ വെച്ച്. താലിയും മാലയും വാങ്ങാൻ പോയിട്ടുണ്ട് അർജുൻ. തൻ്റെ സമ്മതം ഞാൻ ചോദിച്ചില്ല. തനിക്ക് സമ്മതമായിരിക്കുമെന്ന് എനിക്ക് 100 വട്ടം ഉറപ്പുണ്ട്. അല്ലേടോ, തനിക്ക് സമ്മതമല്ലേ നമ്മൾ ആഗ്രഹിച്ച ജീവിതം വീണ്ടും തുടങ്ങാൻ? ആരുടെയും എതിർപ്പുമില്ലാതെ എല്ലാവരുടെയും സാക്ഷിയാക്കി നിന്റെ കഴുത്തിൽ താലി കെട്ടി എനിക്ക് നിന്നെ സ്വന്തമാക്കണം. ഇത്രയും വർഷങ്ങൾ നീറി ജീവിച്ച ജീവിതം പുതുവസന്തങ്ങളോടുകൂടി നമുക്ക് ജീവിക്കണ്ടേ? ചോദിക്കുന്നതിനോടൊപ്പം ജാനകിയുടെ അടുത്തേക്ക് രാജേന്ദ്രൻ നീങ്ങി നിന്നു. അവളുടെ കണ്ണുകൾ പെയ്തൊഴിയുന്നുണ്ട്. താൻ സ്വപ്നം കണ്ടൊരു ജീവിതം. തനിക്ക് മുന്നിൽ അദ്ദേഹം പുഞ്ചിരിയോടെ വന്നു നിന്നിട്ടും തൻ്റെ മനസ്സ് മറ്റെന്തിനേക്കോ അസ്വസ്ഥപ്പെടുന്നത് ജാനകി അറിയുന്നുണ്ട്. അബി, അവളെല്ലാം അറിഞ്ഞാൽ അബിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അവളുടെ അച്ഛനെ അവൾ സ്വീകരിക്കുമോ? ദേഷ്യം വന്നാൽ മുന്നും പിന്നും നോക്കാതെയുള്ള അബിയുടെ സ്വഭാവം ജാനകിയെ സന്തോഷത്തിലുപരി പേടിയിലും ആഴ്ത്തുന്നു. അപ്പോഴും തൻ്റെ മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്നയാളെ നിരുത്സാഹപ്പെടുത്താൻ ജാനകിക്ക് തോന്നിയില്ല. ചെറു പുഞ്ചിരിയോടെ അവൾ രാജേന്ദ്രൻ്റെ നെഞ്ചിലേക്ക് വീണത് നിമിഷങ്ങൾ കൊണ്ടായിരുന്നു. എന്നെന്നും കൂടെയുണ്ടാകുമെന്ന അർത്ഥത്തിൽ, നിങ്ങളുടെ താലിക്കായി കാത്തു നിൽപ്പുണ്ടെന്ന അർത്ഥത്തിൽ. അല്പസമയം കഴിഞ്ഞതും പടിപ്പുരയും കടന്ന് ഹർഷന്റെ കാർ വരുന്നത് രാജേന്ദ്രൻ ജനലഴിക്കുള്ളിലൂടെ കണ്ടു. പ്രതീക്ഷിക്കാതെ ഹർഷന്റെ കാർ കണ്ടതും തന്നിൽ നിന്ന് ജാനകിയെ പതിയെ അടർത്തി മാറ്റി അദ്ദേഹം ജനലോരം ചേർന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. കാറിനകത്ത് ഹർഷൻ മാത്രമല്ല, അബിയും ഉണ്ടെന്ന് രാജേന്ദ്രന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. കൊണ്ടുവിടാൻ പോയവൻ ആ കുട്ടിയെ കൊണ്ട് വന്നതിലുള്ള ഉദ്ദേശം രാജേന്ദ്രന് പിടികിട്ടിയില്ല. എന്താ? ഇപ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കി ചിന്തിച്ചു നിൽക്കുന്ന രാജേന്ദ്രന്റെ പുറകിൽ പതിയെ കൈവച്ചുകൊണ്ട് ജാനകി ചോദിച്ചു. ഹർഷൻ വന്നിട്ടുണ്ട്, നന്ദിനിയുടെ മകൻ. ജാനകിക്ക് നേരെ തിരിഞ്ഞു നിന്ന് രാജേന്ദ്രൻ പറഞ്ഞു തിരിയേണ്ട താമസം. നിറമിഴികളോടെ ജാനകി രാജേന്ദ്രനെ ഒന്ന് നോക്കി വേഗത്തിൽ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു. പ്രതീക്ഷിക്കാതെ തൻ്റെ അരികിൽ നിന്ന് ഓടിമറഞ്ഞവളെ അത്ഭുതത്തോടെ നോക്കുകയും ചെയ്തു രാജേന്ദ്രൻ. താഴേക്ക് ഓടിമറയുന്നവളെ നോക്കിക്കൊണ്ട് രാജേന്ദ്രനും ജാനകിയുടെ പിറകെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു. ഹർഷൻ വന്നെന്ന് തോന്നുന്നു. ജാനകിയും അവൾക്ക് പുറകെ രാജേന്ദ്രനും താഴേക്ക് എത്തിയതും നന്ദിനിയും മീനാക്ഷിയും മാധവനും ഹോളിലേക്ക് എത്തിയിരുന്നു. ഇതെന്തേ ഈ സമയത്ത്? വരുന്നതൊന്നും അവൻ പറഞ്ഞില്ലല്ലോ? സംശയത്തോടെ മാധവൻ പറഞ്ഞതും നന്ദിനി ചോദിച്ചു. വാ നോക്കാം. പറയുന്നതിനോടൊപ്പം മാധവൻ ജാനകിയെയും രാജേന്ദ്രനെയും ഒന്ന് നോക്കിക്കൊണ്ട് ഫ്രണ്ട് ഡോർ തുറക്കാൻ പോയി. ഇറങ്ങുന്നില്ലേ? തറവാട്ടിലിൻ്റെ മുന്നിൽ കാർ വന്ന് നിന്നിട്ടും ഇപ്പോഴും മുഖം കയറ്റി പിടിച്ചിരിക്കുന്നവളോട് ഹർഷൻ ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ കനമുണ്ട്. അബിയെ തറവാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരിക്കലും നനച്ചതല്ല ഹർഷൻ. ചന്തു തീർച്ചപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അബിയെയും കൊണ്ട് തറവാട്ടിലേക്ക് വന്നത്. എന്തിനാണെന്ന് അറിയില്ലെങ്കിലും ചന്തു പറഞ്ഞത് അനുസരിക്കാതിരുന്നില്ല ഹർഷൻ. അതിലുപരി ഹർഷന് മറ്റെന്തൊക്കെയോ ഭയവുമുണ്ട്. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ചന്തുവും അബിയും തമ്മിലുള്ള ബന്ധം മറ്റൊരു തെറ്റായ രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ചന്തുവിന് അബിയോടുള്ള പെരുമാറ്റം ഹർഷനെ പിരിമുറുക്കുന്നു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കിട്ടാതെ പോകുന്ന സ്നേഹം മനസ്സിൻ്റെ വിങ്ങൽ തന്നെയാണ്. അതാണിപ്പോൾ ഹർഷൻ അനുഭവിക്കുന്നത്. ഇതേസമയം തറവാടിൻ്റെ മുറ്റത്ത് ഹർഷന്റെ കാർ വന്ന് നിൽക്കുന്നത് കണ്ട് കേശവനും ഭാമയും ചന്തുവും അവരുടെ വീട്ടിൽ നിന്ന് തറവാട്ട് മുറ്റത്തേക്ക് എത്തിയിരുന്നു. ചന്തു വരുന്നത് കണ്ടതും ഹർഷൻ വലിയ മൈൻഡൊന്നും കൊടുക്കാതെ കാറിൽ നിന്ന് ഇറങ്ങി. തൊട്ടുപുറകെ അബിയും. ചന്തുവേട്ടാ. ചന്തുവും കേശവനും ഭാമയും കാറിൻ്റെ അടുത്തേക്ക് എത്തിയതും നിറഞ്ഞ സന്തോഷത്തോടെ ചന്തുവിനെ അബി വിളിച്ചു. എന്നാൽ തൊട്ടടുത്ത് നിന്നവൻ അവളുടെ ചന്തുവേട്ട എന്ന വിളി കേട്ടതും മുഷ്ടി ചുരുട്ടിയിരുന്നു. ഇത്രയും നേരം മുഖം കയറ്റി പിടിച്ചിരുന്നവളാണ് ഇപ്പോൾ കുന്തുവേട്ടനെ സ്നേഹത്തോടെ വിളിക്കുന്നതെന്ന് അവൻ ഓർത്തു. അതിനെന്നോണം അവൻ്റെ മുഖം ഇരുണ്ടു. 2 ദിവസം കൊണ്ട് ക്ഷീണിച്ചു പോയല്ലോ അബി നീ. നെറ്റിയിൽ വീണു കിടക്കുന്ന മുടി ചെവിയോരം നീക്കി വെച്ചുകൊണ്ട് ചന്തു അവളെ നോക്കി ചിരിച്ചു. യാത്രയായിരുന്നില്ലേ ചന്തുവേട്ടാ? മനുഷ്യനായിട്ട് ഓടിക്കുകയല്ലേ ചിലരൊക്കെ പറയുമ്പോൾ കത്തുന്ന ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവനെ പാളി നോക്കാനും അബി മറന്നില്ല. അതെ അതെ, ഇനി ഓടേണ്ടല്ലോ. അബിയെ ഏറ്റുപിടിച്ചുകൊണ്ട് ചന്തു പറഞ്ഞതും ഹർഷനും അവരെയൊക്കെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പടികൾ ചവിട്ടിക്കയറി തറവാടിൻ്റെ പൂമുഖത്തേക്ക് വന്നു. നിന്റെ കെട്ടിയോൻ നല്ല ദേഷ്യത്തിലാണല്ലോ. ഹർഷൻ കലിയോടെ കയറിപ്പോകുന്നത് കണ്ടതും ചന്തു ചെറുചിരിയോടെ അബിയെ നോക്കി. ഇതേസമയം ഹർഷന്റെ പിറകെ കേശവനും ഭാമയും പൂമുഖത്തേക്ക് കയറിയിരുന്നു. ചന്തുവേട്ടാ, വേണ്ട, പിന്നെ പറയാൻ ഒരുപാടുണ്ട്. അല്ല, ചന്തുവേട്ടൻ എന്തേ എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്? എന്നെ കൊന്നില്ലെന്നേയുള്ളൂ കാട്ടാളൻ. ചന്തുവേട്ടൻ വിളിച്ചെന്നും പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു. പരിഭവിച്ചു പറയുന്ന അബിയെ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിന്നു ചന്തു. ഹോ, അവൻ്റെ ദേഷ്യമൊക്കെ നീ ഒരുപാട് കണ്ടതല്ലേ.
അപ്പോൾ ഇതും കൂടി അങ്ങ് സഹിക്ക്. ഇനി എത്ര അവൻ്റെ ദേഷ്യം നീ കാണാനുണ്ട്? അവസാനം പറയുമ്പോൾ ചന്തു പതിയായിരുന്നു പറഞ്ഞത്. ചന്തോട്ടാ, വേണ്ട വേണ്ട, ഞാൻ കേട്ടു. ഈ അഭിക്ക് അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ആ ആഗ്രഹം ഞാൻ മനസ്സിൽ തന്നെ വെച്ചു പൂട്ടി. ആദ്യം കളിയായി പറഞ്ഞവൾ അവസാനം എത്തുമ്പോഴേക്കും വേദനിച്ചിരുന്നു. അത് കൃത്യമായി ചന്തു മനസ്സിലാക്കിയതും പിന്നീട് അവളോടൊന്നും സംസാരത്തിന് നിന്നില്ല. ഇനിയെല്ലാം നേരിട്ടെന്ന പോലെ. അവളെയും കൊണ്ട് അവനും പൂമുഖത്തേക്ക് കയറി. വാതിലും തുറന്ന് മാധവനും നന്ദിനിയും മീനാക്ഷിയും പുറത്തേക്കിറങ്ങി. ഇതെന്താ ഹർഷ പറയാതെ? മാധവൻ ചോദ്യത്തോടെ പൂമുഖത്ത് കലിയോടെ നിൽക്കുന്നവന്റെ അടുത്തേക്ക് വന്നു. തൊട്ടുപിറകിൽ നന്ദിനിയും മീനാക്ഷിയും. രാജേന്ദ്രനും ജാനകിയും അകത്തു തന്നെയാണുള്ളത്. ജാനകിക്ക് പുറത്തേക്ക് വരുവാൻ കഴിയുന്നില്ല. അഭിയെ കാണുമെന്നുള്ള സന്തോഷമുണ്ടെങ്കിലും അവളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഓർക്കുമ്പോൾ ജാനകിക്ക് ഭയവുമാകുന്നു. താൻ ഇവിടേക്ക് വന്നത് അഭിക്ക് ഇഷ്ടമായില്ലെങ്കിൽ, അവൾ തൻ്റെ അച്ഛനെ അംഗീകരിച്ചില്ലെങ്കിൽ ആദ്യം തോന്നിയ ഉത്സാഹം ഇപ്പോൾ അവൾക്ക് തോന്നുന്നില്ല. എന്താടോ, എന്തുപറ്റി? വാ, ഹർഷനെ കാണാം. പെട്ടെന്ന് ജാനകിയുടെ മുഖം വാടിയതും രാജേന്ദ്രൻ ജാനകിയുടെ അടുത്തേക്ക് നീങ്ങി. ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ കൈകളിൽ പിടുത്തമിട്ട് മുന്നോട്ട് വന്നു. എന്താ മോനെ, എന്താ കാര്യം? അഭിയെ കൊണ്ടുവിട്ടില്ലേ? ആകുലതയോടെ നന്ദിനിയും ഹർഷനോട് ചോദിച്ച് മുന്നോട്ട് വന്നതും ചന്തുവിൻ്റെ കൂടെ അഭി പൂമുഖത്തേക്ക് കയറി വന്നു. ഉടനെ നന്ദിനി അഭിയുടെ കാര്യവും ഹർഷനോട് ചോദിക്കുകയായിരുന്നു. ആ, ദാ ഇവൻ കൊണ്ടുവരാൻ പറഞ്ഞതാ. അലസതയോടെ ചന്തുവിനെയും അഭിയെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പിറകിലുള്ളവരെ ചൂണ്ടി ഹർഷൻ പറഞ്ഞതും രാജേന്ദ്രൻ ജാനകിയെയും കൂട്ടി വാതിലും കടന്ന് പൂമുഖത്തേക്ക് എത്തിയതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷിക്കാതെ തൻ്റെ അമ്മയുടെ കൈയും പിടിച്ച് രാജമാമ വാതിൽ കടന്ന് വന്നത് കണ്ടതും അത്രയും നേരം ചന്തുവിനോട് സന്തോഷത്തോടെ ചിരിച്ചു വന്നവളുടെ മുഖമാകെ മാറി. ഇതേ സമയം ജാനകി തലയുയർത്തി തൻ്റെ മകളെ നോക്കിയതേയില്ല. അവളുടെ കൈകൾ വിറയ്ക്കുന്നു. അപ്പോഴും രാജേന്ദ്രന്റെ പിടുത്തം ജാനകിയുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അഭിയിൽ മാത്രമല്ല, ജാനകിയെ കണ്ട ഹർഷനിലും ഞെട്ടലുണ്ടായി. അതും രാജമാമ അവരുടെ കയ്യിൽ പിടിച്ചിട്ടുള്ളതായിരുന്നു അവൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. എന്താ ഹർഷ, അഭിയെ നീ തിരികെ കൊണ്ടുവന്നേ? കോൺട്രാക്ട് തീർന്നതല്ലേ? ഇപ്പോഴും ഹർഷൻ അഭിയെ കൊണ്ടുവന്നതിലുള്ള സംശയത്തിലാണ് നന്ദിനി. അതല്ലേ അമ്മേ ഞാനിപ്പോൾ പറഞ്ഞത്. ചന്തു പറഞ്ഞിട്ടാണ് അഭിയെ ഞാൻ തിരികെ കൊണ്ടുവന്നതെന്ന്. വീണ്ടും വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചതും ഹർഷന് ദേഷ്യം തോന്നി. ഒപ്പം അവൻ ഇപ്പോഴും ജാനകിയിൽ തന്നെ നോട്ടം എയ്തു നിൽപ്പാണ്. ഇത്ര സ്വാതന്ത്ര്യത്തോടെ രാജമാമ അഭിയുടെ അമ്മയുടെ കയ്യിൽ പിടിക്കണമെങ്കിൽ ഒന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല ഹർഷന്. ചോദ്യങ്ങൾ മനസ്സിൽ തിരയടിക്കുന്നത് പോലെ. എന്നാൽ ഇപ്പോഴും അമ്മയെ കണ്ട ഷോക്കിൽ തറഞ്ഞു നിൽപ്പാണ് അഭി. അതുമാത്രമല്ല, രാജമാമയുടെ കൈകളിൽ പിടുത്തമിട്ടിരിക്കുന്ന തൻ്റെ അമ്മയെ അഭി കണ്ണെടുക്കാതെ നോക്കി നിന്നു. മോളിതാരെയാ നോക്കുന്നത്? മോൾക്കറിയാമോ ആളെ? ഏട്ടൻ്റെ പ്രണയത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആ പ്രണയമാണ് ഈ നിൽക്കുന്നത്. മീനാക്ഷി പറഞ്ഞതും ഒന്നും മനസ്സിലാകാതെ ഹർഷനും അഭിയും മീനാക്ഷിയെ നോക്കി. നീ ഇങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാകാനാ? മീനാക്ഷിയെ നോക്കി പറഞ്ഞുകൊണ്ട് മാധവൻ രാജേന്ദ്രൻ്റെയും ജാനകിയുടെയും അടുത്തേക്ക് നീങ്ങി. ദാ ഇതാണ് നമ്മുടെ രാജേന്ദ്രൻ്റെ പെണ്ണ്. 10-20 വർഷം മുമ്പ് രാജേന്ദ്രൻ ഇവിടുത്തെ കാര്യസ്ഥൻ്റെ മകളെ പ്രണയിച്ചിരുന്നുവെന്ന് കേട്ടിട്ടില്ലേ? അവളാണ് ഈ നിൽക്കുന്ന ജാനകി. മാധവൻ രാജേന്ദ്രനോട് ചേർന്ന് നിന്ന് പറയുമ്പോൾ ഹർഷന്റെ മുഖത്ത് ഞെട്ടലായിരുന്നു. എന്നാൽ അഭിയുടെ മുഖത്ത് താൻ അറിഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന ഭാവവും. അപ്പോഴും അവളുടെ കണ്ണുകൾ തൻ്റെ അമ്മയിൽ തന്നെയായിരുന്നു. ഒരു നോക്ക് തന്നെ നോക്കാതെ തലയും താഴ്ത്തി നിൽക്കുന്നവൾ. മാമേ, ഇത്? മാധവ മാമ ഇപ്പോൾ പറഞ്ഞത് ഹർഷന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അമ്പരപ്പ് അവൻ്റെ മുഖത്ത് നല്ലവണ്ണം പ്രകടമാകുകയും ചെയ്തു. ഇതേ സമയം എല്ലാം ചെറുപുഞ്ചിരിയോടെ നോക്കി നിൽപ്പായിരുന്നു കേശവനും ഭാമയും ചന്തുവും. സത്യാടാ, ഇത് രാജേന്ദ്രൻ പ്രണയിച്ച ജാനകി. ചന്തുവാ ജാനകിയെ കൂട്ടിക്കൊണ്ടു വന്നത്. ചന്തുവിനോടാണ് എല്ലാവരും നന്ദി പറയേണ്ടത്. നിറഞ്ഞ മനസ്സാലെ മാധവൻ പറയുമ്പോൾ ഹർഷന് നിരാശ തോന്നിപ്പോയി. ചന്തുവിനേക്കാൾ മുമ്പേ താൻ അഭിയുടെ അമ്മയെ കണ്ടതാണ്. എന്നിട്ടും താനൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പോഴും ഹർഷന്റെ ചിന്തയിലേക്ക് അഭി രാജമാമയുടെ മകളാണെന്ന കാര്യം പോയതേയില്ല. രാജമാമയുടെ പഴയ പ്രണയമാണ് അഭിയുടെ അമ്മ. അത്ര മാത്രമേ അവൻ മനസ്സിലാക്കിയുള്ളൂ. എന്താ അഭി, നിനക്കൊന്നും പറയാനില്ലേ? ചന്തു അഭിയുടെ ചുമലിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് നിറകണ്ണുകളോടെ നിൽക്കുന്നവളെ നോക്കി. എന്നാൽ ഒന്നും പറയാൻ കഴിയാതെ വിതുമ്പുകയായിരുന്നു അഭി. തൻ്റെ അച്ഛനും അമ്മയും. തനിക്ക് അച്ഛനുണ്ടായിരുന്നു. പിഴച്ചുപെറ്റവളല്ല എൻ്റെ അമ്മ. പിഴച്ചുപെറ്റ അസത്തല്ല ഞാൻ. പലരും പറഞ്ഞ വാക്കുകൾ അഭിയുടെ ചെവിയോരം ആഞ്ഞടിക്കുന്നുണ്ട്. താനൊന്നും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് നടന്ന ദിനങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഓർക്കുമ്പോൾ അവൾ വേദന കൊണ്ട് പുളയുന്നു. തൊട്ടരികിലുണ്ടായിട്ടും തൻ്റെ അച്ഛനെ തിരിച്ചറിയാൻ കഴിയാത്ത മകൾ. അല്ല, സംശയം തോന്നിയിരുന്നു. പക്ഷെ തൻ്റെ അമ്മയുടെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ നടക്കില്ലെന്ന് കരുതിയത് തൻ്റെ മനസ്സായിരുന്നു എന്നും അഭി മനസ്സിലാക്കുന്നു. അതിനെന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വിതുമ്പൽ കഴച്ചിൽ ചീളുകളായി ഉയർന്നു.